വെൽക്കം ബാക്ക് ടു ചീരാസ് വ്ലോഗ്സ്. ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് ചില്ലിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ചില്ലി തയ്യാറാക്കാമെന്ന് നോക്കാം. ബീഫ് ചില്ലി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഇത്ര പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് കഴുകി എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഉപ്പ്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് വെള്ളം നമുക്ക് ആ ബീഫിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു പകുതി വേവാവുന്നത് വരെ, 1/4 വേവാവുന്നത് വരെ വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 1/4 വേവാവുന്നത് വരെ വേവിച്ചെടുക്കുക. ബീഫ് ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്യണം കേട്ടോ. ബീഫ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ നീളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചെയ്യാം, നീളത്തിൽ കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂണ് ഉണക്കമുളക് പൊടിച്ചത്, കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വേണ്ട, നോക്കിയിട്ട് ഇട്ടാൽ മതി. കുറച്ച് ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്താണ്, അതുകൊണ്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി എടുത്തത്. എരിവ് കുറവായിരിക്കും, അപ്പോൾ അതാണ് കാശ്മീരി ചില്ലി എടുത്തത്. സാധാ മുളകും പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 നുള്ള ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോയാ സോസാണ്. ഞാനൊരു കയ്യിൽ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 1 നാരങ്ങ കൂടെ പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 കയ്യിൽ കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട്. മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതിൽ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി എടുത്ത് വെക്കാം. മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കത് കുറേശ്ശെ എടുത്ത് വറുത്തെടുക്കാം. ഇട്ട ഉടനെ ഇത് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്താൽ ബീഫ് പൊട്ടിപ്പോവും. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അത് താനെ വിട്ട് വരും. ബീഫിയുടെ വേവായി വന്നിട്ടുണ്ട്. കൂടുതലൊന്നും വേവണ്ട, കാരണം നമ്മൾ വേവിച്ച ബീഫാവുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. കൂടുതലായാലും കരിഞ്ഞു പോവും. ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇങ്ങനെ ഓരോ തവണ ഇട്ട് നമുക്കെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പം എല്ലാതും കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് കീറിയെടുത്ത 4 പച്ചമുളക്, 2 ഉണക്കമുളക്, കുറച്ച് വേപ്പിലയും കൂടെ വറുത്ത് കോരിയെടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ ഒന്ന് നടുവ് കീറി കൊടുത്തിടണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ബീഫ് ചില്ലി ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.